എല്ലാവർക്കും നമസ്കാരം. ഒരു ചോദ്യം ചോദിച്ചോട്ടെ. നമ്മുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ വീട്ടിലെ പട്ടികൾ കിടന്ന ചില കോമൺ പേരുകൾ ഓർക്കുന്നുണ്ടോ? ഒരു 3 പേരുകൾ. ഫസ്റ്റ് വൺ ഞാൻ ക്ലൂ തരാം. കൈസർ. സെക്കൻഡ് ടിപ്പു. ഇനി മൂന്നാമത്തേത് ഏറ്റവും കോമൺ ആയിട്ട്, ഒരുപക്ഷെ ഏറ്റവും കോമൺ ആയിരിക്കും പേര്. 80% പേരും പറയുന്ന പേര് ജിമ്മി എന്നാണ്. സത്യം, കറക്റ്റാ. പക്ഷെ ഇനി ഈ പട്ടി എന്ന് പറഞ്ഞാൽ നല്ല നന്ദി സ്നേഹമുള്ള മൃഗമാണ്. എൻ്റെ ജിമ്മി ജെയിംസെ, നിങ്ങളൊക്കെ ഒരു കാലത്ത് നിങ്ങളെയൊക്കെ ബഹുമാനത്തോടെ കണ്ടിരുന്നു. നമ്മളൊക്കെ നിങ്ങളുടെ പഴയ പോഡ്കാസ്റ്റും ഇൻ്റർവ്യൂസും ഒക്കെ കണ്ടിട്ട് നിങ്ങളുടെ നോളജും നിങ്ങളുടെ ഒരു സെൽഫ് റെസ്പെക്റ്റും ഒക്കെ കണ്ട് നമുക്ക് അഭിമാനം തോന്നിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇത്രയും തരം തന്നു പോയല്ലോ. പുതിയ യജമാനന്മാരെ തൃപ്തിപ്പെടുത്താനും അവർ തരുന്ന എല്ലും കഷ്ണത്തിനു വേണ്ടി ഇത്ര ഓവറായിട്ട് വാലാട്ടി ഇത്രയും വിധേയത്വം കാണിക്കാൻ പാടില്ല. ഡോണ്ട് ലൂസ് യുവർ സെൽഫ് എസ്റ്റീം ആൻഡ് സെൽഫ് റെസ്പെക്ട് അണ്ടർ എനി സർക്കംസ്റ്റാൻസസ്. അത്രയും താഴരുത്. ലോകം ആരാധിക്കുന്ന പ്രധാനമന്ത്രിയെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് ആരെ സൂപ്പിക്കാനാണല്ലോ ചാണകത്തലയിൽ നിന്നൊക്കെ വിളിച്ചത്. കഷ്ടം എന്നല്ല എന്താ പറയുക. നിങ്ങൾക്ക് ഒരു കാര്യം ചോദിച്ചിട്ട്, നിങ്ങൾക്ക് എന്താ ഈ ചാണകത്തോളത്ര പുച്ഛം ജിമ്മി ജെയിംസെ? കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടപ്പം അതിൻ്റെ താഴെ ഒന്ന് ജോസഫ് എന്ന് ചോദിച്ചു കമൻറ്റ് ഇട്ടു. താൻ ചാണകത്തിൽ ചവിട്ടിക്കുന്നതെന്ന് എനിക്ക് അങ്ങനെ തോന്നുന്നു. എൻ്റെ പൊന്ന് ജോസഫെ, നമ്മളെ യേശുക്രിസ്തു ജനിച്ചത് കാരത്തൊഴുത്തിലാണ്. ആ യേശുവിൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും പേരറിയാലോ, ജോസഫും മേരി. ആ ജോസഫ് തന്നെ ഇങ്ങനത്തെ ഡയലോഗ് ഇടണം. അതായത് ചാണകത്തൊഴുത്തിൽ അന്ന് മറ്റേ പശുവിൻ്റെ സ്നഗീട്ടൊന്നുമല്ല നടന്നിട്ടുണ്ടെന്ന്, ചാണകക്കൂട്ടിലല്ല യേശുക്രിസ്തു ജനിച്ചത്. അപ്പം നമ്മുടെയൊക്കെ പൈതൃകമായിട്ട് ബന്ധപ്പെട്ടതാണ് സാറേ ഈ പശുവും തൊഴുത്തും ചാണകമൊക്കെ. ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ ഒരു കേരളത്തിലൊരു 50 വയസ്സല്ല 60 വയസ്സിനും മുകളിലോട്ടുള്ളവർ ഒരിക്കലെങ്കിലും ചാണകം മെഴുകിയ തറയിരിക്കാത്ത ആരെങ്കിലും കാണും. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെയൊക്കെ സ്വന്തക്കാരുടെയും ബന്ധുക്കാരുടെയൊക്കെ വീട്ടിൽ ഞാൻ പോകുന്നത് പലയിടത്തും ചാണകം മെഴുകിയ തറകളായിരുന്നു. ഓല മേഞ്ഞ വീടുകൾ ഒക്കെ നമ്മൾ കണ്ടിട്ടുമുണ്ട്, അവിടെയൊക്കെ ജീവിച്ചിട്ടുമുണ്ട്. ഇല്ലേ? 79 വർഷമല്ലേ സ്വാതന്ത്ര്യം കിട്ടിയിട്ട്. അപ്പോൾ 2 ജനറേഷൻ മുമ്പ് ഇതൊക്കെ സർവ്വസാധാരണമാണ്. നമ്മൾ കരി പറ്റുന്ന മുറം വരെ മെഴുകുന്നത് ചാണകം വെച്ചില്ലായിരുന്നു. ഇപ്പോൾ എല്ലാം വലിയ സാഹിബിൻ്റെ മക്കളാണ് സംസാരം കേട്ട് കഴിഞ്ഞാൽ. അതവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം അത് ചില പ്രസക്തമായ കാര്യമാണ്. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ 4 പില്ലേഴ്സ് ഏതൊക്കെയാണ് എല്ലാവർക്കും അറിയാമല്ലോ. ലെജിസ്ലേറ്റീവ്, ജുഡീഷ്യറി, മീഡിയ, എക്സിക്യൂട്ടീവ്. അതിൽ ലെജിസ്ലേറ്റീവ് ദേ ആർ മാൻഡേറ്ററി ആയിട്ട് അവർക്ക് ഡിസ്ക്ലോസ് ചെയ്യണം അവരുടെ അസറ്റ്സ് എല്ലാം, മൂവബിൾ ഇമൂവബിൾ പ്രോപ്പർട്ടീസ് എല്ലാം. ഒരു ഇലക്ഷൻ നയിക്കണമെങ്കിൽ ഇലക്ഷൻ കമ്മീഷന് സത്യവാങ്മൂലം അഫിഡവിറ്റ് കൊടുക്കണം, വേണ്ടേ? അണ്ടർ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് ഉണ്ട് 1951, അത് പ്രകാരം കൊടുത്തേ പറ്റും. അപ്പം ദേ ആർ അക്കൗണ്ടബിൾ ടു ദ പബ്ലിക്. ഇറ്റ്സ് അണ്ടർ സ്ക്രൂട്ടിനി, അണ്ടർ ഓഡിറ്റ്. സിമിലർ വിത്ത് എക്സിക്യൂട്ടീവ്സ് ഓൾസോ. അവരുടെ ഉണ്ട് അണ്ടർ ഇന്ത്യ സർവീസ് കോണ്ടക്ട് റൂൾ ആക്ട് എന്ന് പറഞ്ഞിട്ട് 1968, അണ്ടർ വിച്ച് ദേ ഓൾസോ ഹാവ് ടു ഡിസ്ക്ലോസ് ദെയർ മൂവബിൾ ഇമൂവബിൾ അസറ്റ്സ്, ലയബിലിറ്റീസ്, പ്രോപ്പർട്ടീസ് എല്ലാം. അതും RTIക്ക് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൽ നമുക്ക് ലഭ്യമാണ്. ഇനി ജുഡീഷ്യറിക്ക് സിറ്റിംഗ് ജഡ്ജസ് എല്ലാം അവരുടെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് അവരുടെ സൈറ്റ് ഉണ്ട്, സുപ്രീം കോടതി സൈറ്റ്, ഹൈക്കോടതി സൈറ്റിൽ അതിൽ ലഭ്യമാണ്. അതിൽ ഡിസ്ക്ലോസ് ചെയ്യണം. ഇയർലി ഓഡിറ്റിങ്ങിന് വിധേയമാണ്. യൂണിയൻ മിനിസ്റ്റേഴ്സ് പ്രൈം മിനിസ്റ്ററിന് റിപ്പോർട്ട് കൊടുക്കണം. സ്റ്റേറ്റ് മിനിസ്റ്റേഴ്സ് ചീഫ് മിനിസ്റ്റർ റിപ്പോർട്ട് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം ദേ ഓൾ ആൻസറബിൾ. ഇറ്റ്സ് ഓൾ കമ്മിങ് അണ്ടർ ദ സ്ക്രൂട്ടിനി. പക്ഷേ ഇതിനകത്തൊന്നും ബാധകമാകാത്തൊരു വിഭാഗമുണ്ട്. അതാണ് മീഡിയ. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എൻ്റെ ഒരു എളിയ അഭ്യർത്ഥന ഇതാണ്, ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിലുള്ള അഭ്യർത്ഥന. ഈ മീഡിയ 4th പില്ലറാണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അവർക്കും അക്കൗണ്ടബിലിറ്റി കൊടുത്തേക്കണം. സ്പൈഡർമാനിൽ മൂവി പറയുന്നത് വിത്ത് ഗ്രേറ്റ് പവർ കം ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. എന്നുവെച്ചാൽ മീഡിയ വഹിക്കുന്ന പങ്ക് ഒരു രാജ്യത്തെ തകർക്കാനും വളർത്താനും അവർ ഉദ്ദേശിച്ച് നടക്കും. CAA ബില്ല് പാസ്സാക്കി ഓർക്കുന്നുണ്ടല്ലോ. മുസ്ലിങ്ങൾ പുറത്തുനിന്നുള്ള ക്യാപ്ഷനാണ് കേരളത്തിൽ പല മാധ്യമങ്ങളിട്ട്. എത്ര തെറ്റിദ്ധാരണജനമായിട്ട് ഒരു രാജ്യം കത്തിക്കാൻ പോകുന്ന ഇതാ കൊടുത്തവർ. ആർട്ടിക്കിൾ 370 എടുത്തു കഴിഞ്ഞപ്പം കാശ്മീരിനെ പകത്ത് NDA സർക്കാർ എന്നാണ് കൊടുത്തത്. കേരളത്തിലെ പല മാധ്യമങ്ങൾ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, വിഘടനവാദം പ്രോത്സാഹിപ്പിക്കുന്ന അത്തരം വലിയ തലക്കെട്ടുകൾ കൊടുക്കുന്ന പത്രങ്ങൾ ദേ ആർ നോട്ട് അക്കൗണ്ടബിൾ. ഇവരൊക്കെ ആർക്ക് വേണ്ടി ആയിക്കൊള്ളുന്നത്? ആരുടെ ഫണ്ട് മേടിച്ചിട്ട് ഇതൊക്കെ ചെയ്യുന്നത്? എല്ലാവരും അല്ല കേട്ടോ, ഇതിനകത്ത് ഉൾപ്പെട്ടവരുടെ കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ ബിനാമി ഇടപാടുകളും ഇവരുടെ ഷെൽ കമ്പനികളും ഇവരുടെ മൂവബിൾ ഇമൂവബിൾ പ്രോപ്പർട്ടീസും ലയബിലിറ്റീസും എല്ലാം ഡിസ്ക്ലോസ് ആയിരിക്കണം. There should be some mechanism, some law under which this media also, which is a 4th pillar, also comes under the scrutiny. അവരും അക്കൗണ്ടബിൾ ആയിട്ട്, അവരും ആൻസബിൾ ആയിട്ട് പബ്ലിക്കിന് ഉത്തരം കൊടുക്കേണ്ട ഇതിൽ കീഴിൽ കൊണ്ടുവരണം എന്നുള്ളൊരു എളിയ അഭ്യർത്ഥന ഞാൻ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ബന്ധപ്പെട്ട ആൾക്കാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഒരു ഇന്ത്യൻ പൗരൻ നിലയിൽ ഈ അഭ്യർത്ഥന മാനിക്കുമെന്ന് കരുതുന്നു. ജയ് ഹിന്ദ്.